മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ രാജ? ഉദയനാണ് തരം. ഓക്കെ, അപ്പൊ 2 പോയിന്റ്. ഇനിയിപ്പോ ഞാൻ അത് വെച്ച് പറയണോ? പറയണോ? അതാ ഞാൻ അച്ഛന്റെ പേര് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്റെ ചേട്ടൻ അങ്ങനല്ല. എന്റെ ചേട്ടൻ പറയത്തില്ല. അടുത്തും ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഒന്നും ആർക്കും മലയാളികളുള്ളവരുടെ അടുത്ത് തന്നെ പറയത്തില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ പോലീസ് കൈ കാണിക്കുന്നു. റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് സീറ്റില്ല. വിളിച്ച് പറഞ്ഞായിരുന്നു, മണിയും വിളിച്ചിട്ടൊന്നുമില്ല. റെസ്റ്റോറന്റിന് സീറ്റ് കിട്ടാം. അച്ഛൻ റെക്കമെൻഡ് ചെയ്യില്ല. അച്ഛന്റെ പ്രിൻസിപ്പിൾ അച്ഛൻ കാരണം എത്രയോ വർഷം ചെന്നൈയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഉമ്മ ലോഡ്ജിലൊക്കെ കഷ്ടപ്പെട്ട കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ 7 മലകൾ നടന്നാണ് വെള്ളപ്പൊരിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമല്ലോ. അല്ല, ഇപ്പൊ അങ്ങനെ സ്ട്രഗിൾ പറയുമ്പോൾ തിരിച്ച് എന്തായാലും ഇതായിരിക്കുമല്ലോ. അവിടെ ഇപ്പോഴും അങ്ങനെ വെള്ളം വരുന്നില്ല. വെറുതെ ഇരിക്കും. കുറെ ആൾക്കാർ എന്നെ മറന്നോളും എന്നൊക്കെ പറയുമ്പോഴത്തേക്കായിരിക്കും വീഡിയോ മണിരാജന്റെ മോൻ എന്തിനു വന്നു അങ്ങനെയൊക്കെ വീഡിയോസ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അപ്പൊ ഇതൊക്കെ ഞാൻ തന്നെ ഇരുന്ന് കാണാൻ ഞാൻ തന്നെ അൺലൈക്ക് സെക്കൻഡ് പാർട്ടിന്റെ ഒരു ഐഡിയ ഇട്ട് അത് ഞാൻ ഞെട്ടിപ്പോയി. 4 ideas at the same time ബ്രെയിനിലൂടെ ഓടുകയാണ് ആൻഡ് ഇറ്റ്സ് ബീങ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അത് കൈയടിക്കേണ്ട ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് മസ്തിഷ്ക മരണം ആൻഡ് സൈമൺസ് മെമ്മറീസ്. വെൽക്കം ഗൈസ്. ഹലോ. തെറ്റി അത് ഫുൾ കറക്റ്റ് ആയിട്ട് പറയണം, എന്നാലേ മാർക്സ് കിട്ടും. മരണം മരണം ഫ്രാങ്ക് ബിറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. അപ്പോൾ യെസ്, വെൽക്കം കൃഷാന്ത്, രജിഷ, നിരഞ്ജ് ആൻഡ് ദിവ്യ. ഹലോ, പറയൂ എന്തിന്റെ വിശേഷം? ഇത് തന്നെയാണ് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജസിലാണ്. ഫ്രം ദ പ്രൊഡ്യൂസർ ഓഫ് ഗഗനചാരി നമ്മൾ കണ്ടു. ഇപ്പോൾ ഗഗനചാരി നോക്കുമ്പോഴാണെങ്കിലും ഞാൻ ആ മൂവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പ്ലസ് അത് കഴിഞ്ഞ് ഇതിൻ്റെ ടീച്ചറെ കാണുമ്പോഴും എനിക്ക് ഒരു വൈബ് കിട്ടുന്നുണ്ട്, ഒരു കൈൻഡ് ഓഫ് പാരലൽ പരിപാടി. ശരിയാണോ? ഐ തിങ്ക് ഇത് മെയിൻ സ്ട്രീം ഇപ്പൊ ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിന്നെ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ സിനിമ അക്രോസ് ദ വേൾഡ്. അപ്പൊ നമ്മള് ഇപ്പോഴും ആ ഒരു പഴയ ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് മാറി നമ്മളൊന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ഓർ ബേൺ ദ ബോക്സ് ഒക്കെയാണ് പരിപാടി. കലക്കി. ഓക്കെ, രജിഷ, ഹായ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. എനിക്ക് തോന്നുന്നു ഈ മൂവിയുടെ ഫസ്റ്റ് പ്രൊമോഷണൽ ഇന്റർവ്യൂ ആണ്. ആൻഡ് പറയൂ. ആൻഡ് ഇതിൽ ടീച്ചറിൽ കണ്ടു ഒരു കംപ്ലീറ്റ് വേറെ ഒരു ലുക്കാണ്, പക്ക ഒരു സ്റ്റൈലിഷ് വേറൊരു പരിപാടിയാണ്. അത് എന്താണ്, പറയൂ കൂടുതൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് മസ്തിഷ്ക മരണം. എനിക്കത് പല സ്ഥലത്തും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഐ ഫീൽ ലൈക്ക് എവിടെ ഒരു ടാഡ് ബിറ്റ് ഓഫ് ലക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ, ഇങ്ങനത്തെ സിനിമകളും നമ്മുടെ വഴി വരും. ഇറ്റേണലി ഗ്രേറ്റ്ഫുൾ ടു കൃഷാന്ത് ഈ ഒരു ക്യാരക്ടറും ഈ സിനിമയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിന്. പറ്റുന്നതിന്റെ പരമാവധിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡിഫറെന്റ് ഔട്ട്ലുക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാനത് കുറച്ച് കാലമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, നമുക്കൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു സാധനം ചെയ്യണം എന്നുള്ള, ഇപ്പം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കണം, ഡിഫറെന്റ് ആയിട്ടൊരു സ്ഥലത്ത് പോകണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുള്ള പോലെ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യണം. പിന്നെ എനിക്കൊന്ന് ഈ സിനിമയില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോണറാണ് കോമഡി. അപ്പം ഹ്യൂമറസ് ആയിട്ട് ഒരു സിനിമ പറഞ്ഞു പോവുക, ബട്ട് സെറ്റ് ഇൻ 2046 അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഇതിലെന്താണ് ഞാൻ ഇതിൽ ആ ടീച്ചർ കണ്ടപ്പോ വേറെ ലുക്ക് തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്. അതിനുവേണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതല്ല പടം കഴിഞ്ഞപ്പോ അതെല്ലാം പോയി. ഇപ്പൊ പഴയ പോലെ പടം കഴിഞ്ഞപ്പോ ഞാൻ ഡയറ്റ് വിട്ടു. നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു ഭയങ്കര സംഭവത്തിന് വേണ്ടി ചെയ്യുന്നല്ലാതെ ഞാൻ ഭക്ഷണപ്രിയനാണ്. ആ സമയത്തുണ്ടായിരുന്നൊക്കെ മാറി. ഷൂട്ടിന്റെ സമയം അതിനുവേണ്ടി ചെയ്യാൻ അത്രയ്ക്കുള്ള സിനിമയുണ്ട്. കാരണം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അത് എന്റെ അടുത്ത് കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ സമയത്താണ് ഇത് ഒരു ഐഡിയ പറയുന്നത്. ശരി. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ചില ഐഡിയാസ് യൂണിവേഴ്സലാണ്.
അത് മലയാളത്തിന് വേണ്ടി മലയാളി ഓഡിയൻസിന് വേണ്ടി അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വി ആർ ലൈക്ക് തിയേറ്ററിൽ വന്നിട്ടുള്ള റെസ്പോൺസ് നമ്മൾ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പക്ഷെ അതിന് മുമ്പ് വി ആർ റിയലി പ്രൗഡ് ഓഫ് വാട്ട് വി ആർ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ദിവ്യ ഹലോ. ഹായ്, എന്തുണ്ട് വിശേഷം? പറയൂ. അല്ലേ, നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ ഇതിൽ പറയൂ. ഇതിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിൽ ദിവ്യ നമ്മൾ കണ്ടിട്ടുള്ള ദിവ്യയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു പെപ്പി സ്വാഗ്, ഒരു ഫൺ ആണോ? പക്ഷെ കറക്റ്റ് ആണോ ദിവ്യ? ആ ക്യാരക്ടർ വളരെ അപ്പൊ പിന്നെ കൈയിരിക്കുന്നത്. പിന്നെ ഒരു എനർജറ്റിക് ആൻഡ് യോ പരിപാടികൾ. ഞാൻ ഇൻ ലൈഫ് ഭയങ്കര കൊമേഴ്ഷ്യലാണ്. എനിക്ക് കൃഷാന്തിന്റെ ഏതെങ്കിലും ഒരു വേൾഡിൽ ഇന്നാവുന്നുണ്ടായിരുന്നു. ലൈക്ക് പുരുഷപ്രേതം കണ്ടപ്പോഴാണെങ്കിലും സിനിമ ഏതെങ്കിലും ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യണുണ്ടായിരുന്നു. അപ്പം ചെറിയ കാര്യം ഞാൻ ഇപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും എനിക്ക് പറ്റുന്ന എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ. പക്ഷെ പ്രോപ്പർ കറക്റ്റ് ഇതിലാണ്. അതെ അതെ, ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു. ഞാൻ പിന്നെ ക്യാരക്ടറിന്റെ പേര് പറയാമോ? ഡെസ്റ്റിമോണ ആണെന്നാണ് ക്യാരക്ടർ. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വിളിച്ചു പറയുന്നു ഇതാണ് പേരെന്ന്. അപ്പൊ ഞാൻ വെച്ചാൽ ഷേക്സ്പിയറിന്റെ മറ്റേ ഓത്തല്ലോ എന്താ സംഭവം, ഭയങ്കര പേരൊക്കെ. പക്ഷെ സ്ക്രിപ്റ്റ് വായിക്കുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ആ ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ എനിക്ക് കുറച്ച് റെഫറൻസ് ഒക്കെ തന്നു. അപ്പം അറിയില്ല, നോക്കാം അതിന് റിലീസ് ആയിട്ട് ആൾക്കാർ എങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ അതിൽ ഇതുപോലെ ഞാൻ പോസ്റ്ററിൽ നോക്കുമ്പോൾ നോർമലി ഇപ്പം നമ്മളെ ഫിലിമിൻ്റെ പോസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഒരു 4-5 ആൾക്കാർ, ഇത് ഒരുപാട് ആക്ടേഴ്സ് നമുക്കറിയാവുന്ന തന്നെ, അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഐ എം സീയിങ് ഒരുപാട് ആക്ടേഴ്സ് ഉള്ളൊരു മൂവി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ? കാരണം ഫ്രം ദ പോസ്റ്റേഴ്സ് ഐ ക്യാൻ സീ ദാറ്റ്. അതെ അതെ, എന്നുവെച്ചാൽ ദിസ് ഇസ് സെന്റർഡ് അറൌണ്ട് ഓൺലി 4 people or 5 people. അതിൽ ഫ്രിഡ സോമന്റെ മെയിൻ, ഫ്രിഡ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന അദ്ദേഹം, അദ്ദേഹത്തിന്റെ വക്കീല്, അദ്ദേഹത്തിന്റെ സൈഡിൽ നിൽക്കുന്ന മേക്കപ്പ് മാനായിട്ട് നിൽക്കുന്ന ശ്രീനാഥിന്റെ ക്യാരക്ടർ, പിന്നെ വക്കീലായിട്ട് ഡെസ്റ്റിമോണ, അങ്ങനെ ഒരു 5 ക്യാരക്ടേഴ്സ് 6 ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ടുള്ളൂ. പക്ഷേ ദിസ് വേൾഡ് നീഡ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ റിയലി ഗുഡ് ആക്ടേഴ്സ്. എന്ന് വെച്ചാൽ എന്നാൽ മാത്രം നമുക്ക് ഈ വേൾഡിന്റെ ബിലീവബിലിറ്റി അല്ലെങ്കിൽ അൺബിലീവബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു കാർട്ടൂൺ നേച്ചറൊക്കെ വരത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ നല്ല ബ്രില്യൻ്റ് ആക്ടേഴ്സിനെ തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു സീനോ 2 സീനോ ചെയ്താലും യു വിൽ റിമെമ്പർ ദാറ്റ് സീൻ. അപ്പോൾ പിന്നെ വി ഹാവ് ടു റെപ്രസെന്റ് എവരിവൺ ഹു വാസ് ദേർ ഇൻ ദ ഫിലിം. അപ്പോൾ അതാണ്. പിന്നെ മെയിനായിട്ട് ഇത് ഓൺസോംബിൾ ആണ്. ദിസ് ഇസ് നോട്ട് റൈഡിങ് ഓൺ ദ ഡയറക്ടർ ഓർ ദിസ് ഇസ് നോട്ട് റൈഡിങ് ഓൺ എ സിംഗിൾ ആക്ടർ. ദ ഹോൾ തിങ് ഹാസ് ടു പോയി കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോഴത്തേക്കും ഇത് ഒരാൾ കൊണ്ടുപോയി സിനിമ. അത് അങ്ങനെയാണ് ഇത് പോകുന്നത്. നമ്മൾ ചെയ്ത ചില സിനിമകൾ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം രജിഷയാണെങ്കിലും ചെയ്ത ഒരുപാട് നല്ല സിനിമകൾ, ഒരുപാട് ഇപ്പം അനുരാഗായിരിക്കുമ്പോഴാണ് ഇപ്പോഴും നമ്മൾ ചെയ്ത സിനിമകളുടെ റീലായിട്ടും ഇൻസ്റ്റയിലും ഒക്കെ ഓടി നമ്മളെ ടാഗ് ചെയ്യുന്നു. അത് ആൾക്കാർ അത്രയും ഇത് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. അതുപോലെ ജൂൺ ആണെങ്കിലും അങ്ങനെ ഒരു പേഴ്സണലി നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 70% ഓഫ് മീ ഈ ക്യാരക്ടറിലുണ്ട് എന്ന് തോന്നിയ ഒരു, ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണെ, ഒരു മൂവി ഉണ്ടെങ്കിൽ ഏതായിരിക്കും? അറ്റ്ലീസ്റ്റ് 70 ഇല്ലെങ്കിൽ 50 എങ്കിലും, 100 ഉണ്ടെങ്കിൽ 100 ഉണ്ടെങ്കിൽ തോന്നിയ ഒരു മൂവി ഏതായിരിക്കും രജിഷ? കുറേ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ഞാനാണെന്ന് തോന്നിയതോ? എനിക്കൊന്ന് അങ്ങനെ ഒരു ക്യാരക്ടറിനോട് തോന്നാണ്ട് ആ ക്യാരക്ടറിന് ചില ഇൻസിഡൻസ് അല്ലെ ആ കഥാപാത്രം കടന്നു പോകുന്ന ചില ഏരിയാസ്, ഇത് നമുക്ക് റിലേറ്റബിൾ ആണല്ലോ, ഇത് അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന മൊമെന്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഓൾ ത്രൂ ഔട്ട് ഈ ക്യാരക്ടർ കുറെ എന്നെ പോലെയാണ് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കൊന്ന് ജൂണൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ സ്കൂള് റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ അന്നുണ്ടായ മൊമെന്റ്സ് എന്നുള്ള ഒരു പരിപാടി അല്ലാതെ, പക്ഷെ ഈ ക്യാരക്ടറാണ് എനിക്ക് ഒരു രീതിയിലും ഞാനല്ല റിലേറ്റബിളേ അല്ല. അത് എനിക്ക് ഒരു രീതിയിലും ഫ്രിഡ ഞാൻ തമ്മിൽ ഒരു സിമിലാരിറ്റി അത് ഞാൻ പറയുന്ന ഒരു പേഴ്സണാലിറ്റി വൈസ് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്സൈറ്റിങ്ങും ചാലഞ്ചിങ്ങും ആണ്. അത് അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കൃഷാന്ത് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ അത് പക്ഷെ എനിക്ക് അറിയില്ല എഴുതിയതിന്റെ എത്രമാത്രം ഐ ഹാവ് ബീൻ ഏബിൾ ടു പുൾ ഓഫ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ സ്ക്രിപ്റ്റിൽ ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം. ഡിലൈറ്റ്ഫുൾ ടു എഡിറ്റ് ചെയ്യണം. എങ്ങനെ കട്ട് ചെയ്താലേ ഇവര് നമുക്ക് അല്ലല്ല അത് ഭയങ്കര, കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തന്നെ എഡിറ്റ് ചെയ്തത്. അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ആർട്ടിസ്റ്റിന്റെ ആക്ടിങ് സേവ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ വെൻ എവറിബഡി ഈസ് പെർഫോമിംഗ് ടു ഗുഡ്, നമുക്ക് എല്ലാവരെയും
നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചാൽ ഇങ്ങനെ ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇത് വെച്ചാൽ ഇങ്ങനെ ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവരത് അങ്ങനെയല്ല, ഇവരെ കൊള്ളില്ല, ഇവരെ കാണിക്കരുത്, ഇവരെ തോളിൽ നിന്ന് വെക്കാം, ഈ തോട്ട് അല്ലേ പോകുന്നത്. ലൈക്ക് എവരിബഡി ഈസ് പെർഫോമിംഗ് ഗുഡ്. അപ്പം നമുക്ക് ഓഡിയൻസിന് ഫീൽ ചെയ്യേണ്ട സാധനം തന്നെ വെച്ചു കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് സംതിങ് എനിക്ക് ഈ പ്രോസസ്സിൽ ഞാൻ എൻജോയ് ചെയ്തു. 4 സംഘത്തിൽ ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ ഈ പ്രോസസ്സിൽ ഇച്ചിരി കൂടെ കൂടുതൽ എൻജോയ് ചെയ്തു. ഒരു പടി മേളിലാണ് അല്ലേ? പക്ഷേ അതിൽ കൊള്ളുന്നത് നല്ല കേട്ടോ. ഈ ട്രാൻസ്ഫോർമേഷന് ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതും ആസ് ഡയറക്ടർ പറയുന്ന രീതിയിലായിരിക്കണമല്ലോ. അപ്പൊ അതെങ്ങനെയായിരുന്നു? കാരണം ഫുഡ് അധികം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുവാണ്. അല്ല റിയാലിറ്റി അല്ല, പടത്തിന്റെ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ചിലപ്പോൾ കുറച്ചും കൂടെ ഇപ്പൊക്കെ ഉള്ള ഒരു നടനെ ആയിരിക്കും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ ആലോചിച്ചു. നല്ല മെലിഞ്ഞ്. പക്ഷെ അതിന് ഇപ്പൊ അത് കാണുമ്പോ ഞാൻ അയ്യോ ഇത് ഞാനോ ഇപ്പൊ ഭയങ്കര കിടിലം സൂപ്പറാണല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ അതല്ല, ഇത് ഇങ്ങനെ ഒരു പടത്തിന്റെ അത് അഭിനയിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സംഭവം. അതിൽ പിന്നെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വരുന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഭയങ്കര. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴൊന്നും ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ഇതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം ഇങ്ങനെ കിടക്കും, ആ പമ്പ് ഇങ്ങനെ ഉള്ളിൽ കിടക്കും. ഞാൻ നിരഞ്ജ് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ നിരഞ്ജ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ റെക്കമെൻഡേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ആർക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലേ? ഇറ്റ്സ് എ ഗുഡ് തിങ്, ബാഡെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും ഇപ്പൊ നിരഞ്ജന്റെ ഫാദർ അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നിഘണ്ടുവിലേ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്, ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുക, പക്ഷെ ലൈഫിൽ എപ്പോഴെങ്കിലും ടൈം, ഇപ്പൊ സ്കൂൾ ടൈമിലായിരിക്കാം, കോളേജ് ടൈമിലായിരിക്കാം, അത് വേണ്ട ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിവിലേജ് വേണ്ട ഒരു ആവശ്യകത വന്നതായിട്ടോ അല്ല അത് കിട്ടിയിട്ടോ? എനിക്ക് സത്യം പറഞ്ഞ അച്ഛൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഇവര് റെക്കമെൻഡ് ഒക്കെ ചെയ്യാതെ ഇങ്ങനെ ഓരോ പ്രിൻസിപ്പിൾസ് ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്. അല്ല അങ്ങനല്ല, അത് അന്ന് മറ്റേ ഈ അല്ല അവര് പറയൂ. അല്ല അച്ഛൻ റെക്കമെൻഡ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ അച്ഛന്റെ പേര് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്റെ ചേട്ടൻ അങ്ങനല്ല. എന്റെ ചേട്ടൻ പറയത്തില്ല, അടുത്തും ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഒന്നും ആർക്കും മലയാളികളുള്ളവരുടെ അടുത്ത് തന്നെ പറയത്തില്ല മളിംരാജൻ മോനാണെന്ന് പറയില്ല. ഞാൻ ഇവിടെ പോലീസ് കൈ കാണിക്കുന്നു മളിംരാജൻ സ്പീഡിങ്ങിനോ എന്തെങ്കിലും എന്ത് പിടിച്ചാലും എവിടെ പോയാലും റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് സീറ്റില്ല, അച്ഛന്റെ പേര് പറയാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. മണിയും വിളിച്ചിട്ടൊന്നും ഇല്ല. അയ്യോ സീറ്റ് കിട്ടാ ഇങ്ങനെയൊക്കെ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അച്ഛൻ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അച്ഛന്റെ പ്രിൻസിപ്പിൾ അച്ഛൻ കാരണം എത്രയോ വർഷം ചെന്നൈയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഉമ്മ ലോഡ്ജിലൊക്കെ കഷ്ടപ്പെട്ട കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അപ്പൊ അത്രയും കഷ്ടപ്പെട്ട ആളാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും നമ്മുടെ കഷ്ടപ്പെടുന്ന രണ്ട് ഇഡലി കുറച്ച് ഷുഗർ കട്ട് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. അമ്മ ഈ ചായയിൽ ഷുഗർ വേണ്ട, ഇതൊക്കെയാണ് നമ്മുടെ. അപ്പൊ അവർക്ക് അതില്ല, തേയില വെള്ളമാണ് കുടിച്ചോണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം റെക്കമെൻഡ് ചെയ്യൽ കുഴപ്പമില്ല, നമ്മൾ തന്നെ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. അല്ല, അങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ പറയുന്ന സമയത്ത് അപ്പൊ എല്ലാ പിള്ളേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. പണ്ട് ഞങ്ങൾ 7 മലകൾ നടന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമല്ലോ. അല്ല ഇപ്പൊ അങ്ങനെ സ്ട്രഗിൾ പറയുമ്പോൾ തിരിച്ച് എന്താ ശരിയായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ. അപ്പൊ തിരിച്ച് എന്താ പറയുന്നത് അതിന്? ഓ ശരിയാ, ഇടുക്കി അവിടെ ഇപ്പോഴും അങ്ങനെ. ഇവിടെ ട്രക്കിങ്ങിന് പോകുന്നവർ അവിടെ പാല് മേടിക്കാൻ പോയാൽ മതി. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ അമ്മയുടെ നാട് പത്തനംതിട്ട, അവിടെ അമ്മൂമ്മയൊക്കെ ഇരുന്ന് പറയാറുണ്ട്. 7 മലയുണ്ടോന്ന് അറിയില്ല. അല്ല എന്നാലും ഞാൻ ഇതായിട്ട് പറഞ്ഞ എന്നാലും ഇങ്ങനെ നടന്ന് വണ്ടി ഉണ്ടെങ്കിൽ റോഡ് ഇട്ടിട്ട് നടക്കണം. അതെ ശരിയാണ്. 3 മല കടന്നു. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിക്കും. അത് ഭയങ്കര അത് ഭയങ്കര ഫേമസ്. രാവിലെ കംപ്ലീറ്റ് ചെയ്താൽ പോരായിരുന്നു അല്ലേ? രാത്രി കിടന്ന് ഉറങ്ങണം, പഠിക്കാൻ പോകുന്ന. അപ്പൊ തിരിച്ച് അതെങ്ങനെ കേട്ടിരിക്കും, അത്രേ ഉള്ളൂ. അല്ല അച്ഛനെ കഷ്ടപ്പാടുകൾ പറയാം. ഇപ്പം വേറെ സെറ്റ് ഓഫ്, നമ്മുടെ കാലഘട്ടത്തിൽ വേറെ സെറ്റ് ഓഫ് പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെയാണ്. അത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പം നടന്റെ മകൻ അല്ലെങ്കിൽ നിർമ്മാതാവിന്റെ മകൻ എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം പ്രശ്നം തന്നെ ആര് പടത്തിന് വിളിച്ചാലും ഹലോ അന്നേരം നല്ല കഥയുണ്ട്, ഓ യെസ് പറയൂ. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടല്ലോ അല്ലേ, എന്നാ പിന്നെ ഞാൻ അപ്പൊ അതൊന്ന് പിന്നെ ഇങ്ങനെ അപ്പം അങ്ങനെയുള്ള പിന്നെ ഏത് അങ്ങനെ യൂട്യൂബിൽ മറ്റേ വീഡിയോ കമ്പാരിസൺ വീഡിയോസ് എങ്ങനെ വെറുതെ ഇരിക്കും. കുറെ ആൾക്കാർ എന്നെ മറന്നോളും എന്നൊക്കെ പറയുമ്പോഴത്തേക്കായിരിക്കും വീഡിയോ.
മണിരാജന്റെ മോൻ എന്തിനു വന്നു, അങ്ങനെയൊക്കെ വീഡിയോസ് അത് 5 പേര് ലിസ്റ്റിൽ വരും എപ്പോഴും വരും. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പിന്നെ. അപ്പൊ ഇതൊക്കെ ഞാൻ തന്നെ ഇരുന്ന് കാണാൻ ഞാൻ തന്നെ അൺലൈക്ക് ഒരു അൺലൈക്ക് എന്റെ വക. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ, ചെറിയ പരസ്യവും മനസ്സുഖം, ചെറിയ മനസ്സുഖം. പിന്നെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ എടുത്ത് അയച്ചോ, ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും കമന്റ് ഇട്ടോ. അപ്പൊ അങ്ങനെ ആസാണ്. പിന്നെ അതൊക്കെ ഇപ്പം മറ്റേ 4 സംഘം കഴിഞ്ഞപ്പോ കുറച്ച് വിലയായി. അപ്പം പിന്നെ ഭാഗ്യം. ഇനി ഇതിന്ന് ഇത് കഴിയുമ്പോ മറ്റേ ഒരു മറ്റേ തൂങ്ങിക്കിടന്നേന്ന് ഒരു സ്റ്റെപ്പിലോട്ട് കയറി ഇരുന്നു. ഇനി അവിടെ പടി കയറണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഇത് ഫെബ്രുവരിയിലാവട്ടെ, പടി കയറ്റാം അല്ലേ? ഓക്കെ. അപ്പോ ഫൈനലി ഒരു ചെറിയൊരു സെഗ്മെന്റ് റെഡിയാണോ? ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആദ്യം ആര് കണ്ടുപിടിക്കുന്നു ചോദ്യം കണ്ടുപിടിക്കണം. നല്ല കൈയടി കിട്ടും. പോരെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ചോദ്യം കണ്ടുപിടിക്കണം. ചോദ്യം ഉണ്ട്. ആ. ഒരു സിനിമയുടെ ഡയലോഗ്സ് ആണ്. അത് ഏത് സിനിമയെന്ന് പറയണം, ആരാ പറഞ്ഞെന്ന് പറയണം. പിന്നെ ആ നീ ഡയലോഗ് ജയിച്ച്. ഒരു ചെറിയ ടാസ്ക്. ആ ഡയലോഗ് അത് പിന്നെ പറയാം. ഓക്കെ, അല്ല ഇതില്ല, ഞാൻ പറയാം. പറ ഫസ്റ്റ് ഡയലോഗ് പറ. ആ ഡയലോഗ് പറയുന്നു, അത് കണ്ടുപിടിക്കുന്നു. അപ്പൊ ആ ഡയലോഗ് എന്താണോ അത് വെച്ച് നമ്മളെ ഞാൻ ഇത് കഴിഞ്ഞ് പറയാം. അപ്പൊ ഫസ്റ്റ് ഡയലോഗ് ഏത് സിനിമയാണ്, ആരാണ് പറഞ്ഞതെന്ന് പറയുക. ഫസ്റ്റ് കൈ പൊക്കുന്നവർക്ക് ഓക്കെ. ബസർ ഈ കൈയാണേ. ഈസി, കിടിലം പടമാണ്. പണി വരുന്നുണ്ട് അവറാച്ച. ഇതിവൻ കൊണ്ടോ ഇനി ടാസ്ക്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റ്മെന്റിനെ പറ്റി സ്വന്തം ലൈഫുമായിട്ട് എന്തെങ്കിലും ഒരു സാധനം കണക്ട് ചെയ്ത് പറയണം. അല്ലെ വേറെ അപ്പുറത്തിരിക്കുന്ന ആളുടെ ലൈഫായിട്ടാണെങ്കിലും മതി, അല്ല ഫ്രണ്ട് ആയിട്ടാണെങ്കിലും മതി. കൊമ്പനും മക്കളില് എപ്പോഴെങ്കിലും, അതായത് ഇത്രയും കാലത്തിനിടെ സ്കൂളിൽ പഠിക്കുമ്പോഴാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലൈഫായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പണി വരുന്നുണ്ട് അവറാച്ച. ബാത്റൂം എവിടെ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ? എത്ര പ്രാവശ്യമല്ല, ഇടയ്ക്ക് എല്ലാം കഴിച്ച് ഇമ്മ്യൂണാണ്, കുഴപ്പമില്ല, പ്രശ്നമില്ല. ഓക്കെ. നെക്സ്റ്റ്, മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ രായപ്പ? ഉദയനാണ് തരം. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ആയി. ഇനിയിപ്പോ ഞാൻ പറയണോ? അതാണ് മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ രാജപ്പ? അവൻ അങ്ങനെ ഒരു നോട്ടം ഉദയനാണ് താരം, ലാലേട്ടൻ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ എന്നെ നോക്കി പറഞ്ഞു. മേക്കപ്പിന് ഒരു പരിധിയില്ലേ? ദിവ്യപ്രഭയെ പറ്റി പറയുന്നല്ലേ? രണ്ടുപേരും. വേറെ ആരെങ്കിലും കൈവെക്കണേ. ലേശ ഉളുപ്പ്. കറക്റ്റ്, കൈഡി സംഭവം കറക്റ്റ്. ഇങ്ങനെ മെസ്സേജ് എന്താ വാട്സാപ്പിലൊക്കെ അയക്കുന്നതിന്റെ ശങ്കരാടിച്ചേട്ടൻ, അത് അത്ര പറഞ്ഞാൽ മതി. കറക്റ്റാ. ഓക്കെ. അപ്പൊ ഇനി പറയൂ, ഈ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആരുടെ അടുത്ത്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം ഇപ്പൊ, അല്ലെങ്കിൽ ഈ സിനിമയുടെ സെറ്റിൽ നടന്നിരുന്നു. ഓക്കെ, അതിലൊരു എന്തെങ്കിലും എടുത്ത്, ലൈക്ക് ഫോർ എക്സാമ്പിൾ, ലൈക്ക് എന്താണ് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാര് എന്തെങ്കിലും പറയുന്നവരുടെ അടുത്തുള്ള ഒരു നമുക്ക് അത്ര സുഖകരമല്ലാത്ത കമന്റ്സ് വരുമ്പോൾ, അല്ലേ? അതല്ലേ എല്ലാവർക്കും കിട്ടും. അങ്ങനല്ല, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ആ റെസ്പോൺസ്, അത് ചിലവരുടെ വിചാരം റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നാണ്. അതായത് എന്നും പറയാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. നമ്മള് ആൾക്കാർ അതിലും നമുക്ക് കയറി നോക്കാം ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും ആളാ. അപ്പോഴത്തേക്കും എന്തും പറയാം, ആരെ പറ്റി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വൃത്തിയായിട്ട് പറയാം, മോശമായിട്ട് പറയാം. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു ബി ഹെൽഡ് അക്കൗണ്ടബിൾ എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ കമന്റ് ഇടുന്നത്. അപ്പൊ ചോദിക്കാം, എന്നുള്ളൊരു സാധനം. ശരി, കൃഷ്ണാൻ ബ്രോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഈ അടുത്ത് സെറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ലൊക്കേഷനിലായിരിക്കാം, അങ്ങനെ വേണം പറയാം. അങ്ങനെയും പറയാം എന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഞാൻ കൊടുക്കുന്നു. അന്നത്തെ ഓക്കെ, ലേശ ഉളുപ്പ്. ഇങ്ങനൊരു സാധനം കിട്ടി. അയ്യോ ലേശ ഉളുപ്പോ? ഇങ്ങനെ എന്തായാലും പറയാൻ തോന്നിയിട്ടുണ്ടാവല്ലോ ലൈഫിൽ.
അല്ല എന്റെ മനസ്സിൽ മറ്റേതാണ് വയ്യടെ അവന് അത് ആ സാധനമാണ് എന്താ ഇവന്റെ പ്രശ്നം ഇതാണ് അല്ലെ എവിടെ എന്ത് അസുഖം ഇതാണ് എനിക്ക് ലേശം ഉളുപ്പ് മോഡലല്ലേ സർക്കാസ്റ്റിക് ആയിട്ടുള്ള സർക്കാസ് എനിക്ക് ഇതൊക്കെ എല്ലാവർക്കും ഓരോ മാനസിക രോഗങ്ങളല്ലേ അപ്പൊ അത് അവന്റെ ട്രിപ്പ് അല്ലെങ്കിൽ അവളുടെ ട്രിപ്പ് എന്ന് ഉള്ളൊരു മോഡലാണ് എനിക്ക് മിക്കവാറും പോകുന്നത്. കണക്ട് ചെയ്യുന്നത്. അതെ അല്ലാതെ എനിക്ക് അയ്യോ അങ്ങനത്തെ ഒരു മോഡിൽ പോകത്തില്ല കാരണം എനിക്ക് ദേഷ്യമാണ് അവരത്. ഓക്കെ, അപ്പൊ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നുള്ള സാധനം മൈൻഡിൽ വരും. അതല്ല ഉദ്ദേശം. അതെ അത് നല്ലതിൽ വരും. ഓക്കെ, അടുത്തത് നമുക്ക് ചോദിച്ച് പോവാം. അയാൾക്ക് അത് എഴുതുകയാണ്. ഇനി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ചോദിച്ചു പോവാം. ബാക്കിലിരുന്ന് പറയുന്നു ഞാൻ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. പറയൂ. എനിക്കൊന്നൊരു ഒരു സിനിമ സെറ്റിൽ ഏറ്റവും കൂടുതൽ ഡയറക്ടർ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ആരടുത്താണെങ്കിലും എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ സംശയം ചോദിക്കുന്ന ഡൗട്ട്സ് ചോദിക്കുന്ന ക്ലാസ്സിൽ മറ്റേ ഒരാവശ്യം ഫസ്റ്റ് ഇങ്ങനെ ബെഞ്ചിൽ ഇരുന്നിട്ട് അത് ഞാൻ തന്നെയാ. അങ്ങനെയായിരുന്നോ ശരിക്കും? അത് പക്ഷെ ആ സ്വഭാവം ഇപ്പോഴും അങ്ങനെ കാര്യമായിട്ട് വിട്ടുമാറിയിട്ടൊന്നുമില്ല. ഇവൻ മറ്റേ ആ ബാക്ക് ബെഞ്ചർ അതാണ് ആ പുച്ച അതേ പുച്ച കറക്റ്റ് സാധനം കിട്ടും. മറ്റേ പണ്ട് മറ്റേ ഓക്കെ. അപ്പൊ ഈ സിനിമയിലും അങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു? ഈ സിനിമയില് ഡൗട്ട്സ് ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നല്ലേ ജിഷ? പക്ഷെ അത് ആക്ച്വലി ഒരു തരത്തിൽ പാരലൽ നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. അയ്യോ ഗുഡ് തിങ് ആണ്. കാരണം നമുക്ക് ഇതിന്റെ ക്ലാരിറ്റി ലൈക്ക് വെൻ യു റൈറ്റ് എ ക്യാരക്ടർ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യണം നമുക്ക് ഇതിന്റെ ക്ലാരിറ്റി ഉണ്ടെന്ന്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരാൾ വരുമ്പോഴത്തേക്കും അവരോട് ഇതിനെ അബ്സോർബ് ചെയ്ത് ഒരു സംഭവത്തിലെത്തും. അപ്പം there are things that we know നമുക്ക് ഇത് അല്ല എന്നറിയാം. ഇതല്ല എന്നുള്ള സാധനങ്ങൾ അവർ ചോദിക്കുമ്പോഴത്തേക്കാണ് അയ്യോ ഇതല്ല എന്ന് പറയുന്നത്. പക്ഷെ എന്താണെന്നൊക്കെ ഉള്ളത് ആർട്ടിസ്റ്റ് ഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന മിക്കവാറും ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഇതുപോലെ ലൈക്ക് ഒരുപാട് നമ്മൾ ബൗൺസ് ചെയ്ത് അത് ജഗദീഷ് സാർ ആയാലും നമ്മൾ തമ്മിൽ ആ കെമിസ്ട്രി വന്നു കഴിഞ്ഞാൽ ദെൻ നമുക്ക് അങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പറയാം അത് പറയാം. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ താറ്റി വിടും. ചിലപ്പോ ഇഷ്ടപ്പെടും. അത് വേണ്ട ഈ സിനിമയിൽ വേണ്ട. ശരിക്കും നിരഞ്ജി ഒരു കംപ്ലീറ്റ് കോമഡി പരിപാടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. അതെന്താണ് ദിവ്യ ഇങ്ങനെ അതെന്തിനാ അങ്ങനെ ആസ്ഥാനത്തൊരു ഇതില് ചെറിയ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഇതില് ഒരു ഈ ക്യാരക്ടർ ഒരു സാഡ് ഫേസിലാണ് ഫുൾ സിനിമയിൽ. ആ സാഡിൽ നിന്നോണ്ട് ഇയാൾക്ക് ഹ്യൂമർ കാണിക്കാൻ പറ്റൂ. അപ്പൊ ആ സാഡിൽ നിന്നോണ്ട് ഹ്യൂമർ കാണിക്കുമ്പോ അത് ഭയങ്കര ഡാർക്ക് ഹ്യൂമർ ഫൺ പരിപാടി വരുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെ കൺട്രോൾ ഇങ്ങനെ ഇത് പരിപാടി അറിയാന്നുള്ളതുകൊണ്ടാണ് അത് കറക്റ്റ് വീഴുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടെണ്ണോടല്ലേ പത്തിരിക്കാം. വാര്യറേ എന്താടോ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്? രണ്ടുപേരും കൈവയ്ക്കുക. അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, ശ്രീനാഥിന്റെ അടുത്ത് പറയാറുണ്ട്. നമ്മുടെ ശ്രീനാഥിന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. കാരണം രാത്രികളിൽ അവൻ ഉണർന്നിരിക്കും. രാവിലെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് നിന്നെ ചിലപ്പോൾ സിനിമകൾക്കൊക്കെ വിളിക്കുന്ന കൺട്രോളേഴ്സ് ഒക്കെ വിളിക്കുന്നത് രാവിലെ ആയിരിക്കും. ആ സമയത്ത് കിടന്ന് ഉറങ്ങിയ നീ അതല്ലേ നീ രാത്രി ഉറങ്ങും. പറ്റുന്നില്ലടാ, ഞാൻ രാത്രി ഇരുന്ന് ആലോചനയുണ്ട്. ഞാൻ പകലിരുന്ന് പഠിക്കുന്ന പകലിരുന്ന് ആലോചിച്ചോണ്ട് കണ്ടോ കറക്റ്റാ. രാത്രി മാത്രമേ അപ്പായിട്ടിരിക്കത്തുള്ളൂ. രാത്രി 3 മണിക്കൊക്കെ നമ്മള് മീറ്റിംഗ് 9 തൊട്ട് 3 വരെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ പ്രസന്റ് അവിടെ സൈഡിൽ നിൽക്കുന്നത്. എന്റെ ലെഫ്റ്റില് 4 സംഘത്തിലെ കഞ്ഞി. അപ്പം അവന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്. ഇപ്പം അറിയുന്നൊക്കെ തോന്നുന്നു. ഇല്ല, ചെറുതായിട്ടില്ല. അസാധ്യ സെൻസ് ഓഫ് ഹ്യൂമർ ശ്രീനാഥിന്റെ. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ. അടിപൊളി. രജിഷയ്ക്കാണെങ്കിലും ഈ ഡയലോഗ് ഒന്നുകൂടെ വായിക്കാം. വാര്യറേ എന്താടോ ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കി പറയാറുണ്ടെന്നാണ് പറഞ്ഞത്. എന്തുവാടേ വന്നപ്പോ തൊട്ട് ഉച്ചമാണോ? മറ്റേത് പറയാം എന്തുവാടേ താറ്റല്ലേടേ എന്താ വരിക ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്നോ ഇങ്ങനെ പറഞ്ഞു. അല്ലെ ഇങ്ങനെ ഒരു ആരോടാണ് അല്ലെ എന്തും അങ്ങനെ പറയാന്നുള്ളൊരു ഫ്രണ്ട് ഉണ്ടാവും. അല്ലെ വാട്ട് എവർ. അല്ലെ ഇങ്ങനെ ഈ അടുത്ത് എന്തെങ്കിലും ഒരു ഡയലോഗുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് കൃഷാന്തിന്റെ അടുത്ത് ഒരുപാട് തൊട്ടം പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു തരി ഉറങ്ങത്തില്ല. വളരെ കുറച്ച്. അതായത് ഇങ്ങനെ ഇരുത്തിപ്പോഴത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭയങ്കര ജീനിയസ് ആണ് പുള്ളി. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ
സീറോ റെസ്റ്റ് ഓൾ വർക്ക് എന്നുള്ള ഒരു മോഡുണ്ട്. വർക്കഹോളിക് അൾട്ടിമേറ്റ് ആണ്. അതായത് പ്രോയാണ്. പിന്നെ എനിക്ക് അറ്റ് എ ടൈം ഒരു സിനിമയിലൊന്നും വർക്ക് ചെയ്താൽ പോരെ, എനിക്കിങ്ങനെ 50 സിനിമയുടെ ഐഡിയാസ് എൻ്റെ ബ്രെയിനിലൂടെ പോകണം. അതിൽ 10 പ്രീ നടക്കണം, ഒരെണ്ണം ഷൂട്ട്, 5 പോസ്റ്റ്. അതായത് വിശ്വസിക്കത്തില്ല, 4 സംഘത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും സംഘർഷഘടനയുടെ റിലീസും നമ്മളുടെ ഷൂട്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. ലൈക്ക് അറ്റ് സെയിം ടൈം ആണ് നടക്കുന്നത്. പാരലലി 4 വർക്ക്സ്. 3 വർക്ക്സ്. അപ്പൊ 3 വർക്ക്സിൽ ഒരെണ്ണം വെബ് സീരീസ് ആ, വിച്ച് ഇസ് ലൈക്ക് അത്രയും ഡ്യൂറേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു മനുഷ്യൻ സെറ്റിൽ ഇരുന്ന് ആൻഡ് ദെൻ ഇദ്ദേഹം പടത്തിന്റെ ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആണ്, എഡിറ്റർ ആണ്, ആർട്ട് ഇങ്ങനെ അല്ല, ലൈക്ക് ഹിസ് വിഷൻ ഇസ് ദെയർ. പിന്നെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അടിപൊളി ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാ HODs അടിപൊളിയാണെങ്കിലും കൃഷാന്തിന് ഒരു ഭീകരമായ മേൽനോട്ടമുണ്ട്. കാരണം എസ്പെഷ്യലി ഇത് 2046 സെറ്റായി സൈബർ പങ്ക് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് നേരത്തെ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറെ ഏരിയാസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ബ്രെയിനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ചോദിച്ചും പോകുന്നത്. കാരണം ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് യു ആസ്ക്, കാരണം നമുക്ക് അറിയാത്തൊരു ഫീൽഡും കൂടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയിൽ ഷൂട്ട് ചെയ്ത് ആ വർക്ക് നടക്കുന്ന സമയത്ത് ഇമാജിൻ ഹി ഈസ് ഡൂയിങ് 2 other films. ആൻഡ് എനിക്കറിയാം ആ സമയത്ത് ഹി ഈസ് ഓൾസോ തിങ്കിങ് ഈ മസ്തിഷ്ക മരണത്തിന്റെ ഷൂട്ട് കഴിഞ്ഞോടെ എനിക്ക് എങ്ങനെ എന്റെ അടുത്തത് തുടങ്ങാം. സോ എന്റെ അടുത്ത് പറഞ്ഞു ജൂലൈ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന്. അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ഐഡിയ ഇട്ട് അത് ഞാൻ ഞെട്ടിപ്പോയി. 4 ideas at the same time ബ്രെയിനിലൂടെ ഓടുകയാണ് ആൻഡ് ഇറ്റ്സ് ബീങ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അത് കൈയടിക്കേണ്ട ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതല്ല, കാരണം ഇത് അല്ല, കാരണം ഈ ഐഡിയാസോ ഈ വർക്കോ ഇത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകാൻ പോകുന്നില്ല. ഹി ക്യാൻ സ്റ്റിൽ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഡു ഇറ്റ് റിലാക്സിംഗ്ലി, ബട്ട് ഹി ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ്. അപ്പൊ എനിക്ക് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് റെസ്റ്റ് എടുത്തൂടെ, ഒന്ന് ഉറങ്ങി. സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞൊരു 10 വർഷം അങ്ങനെ ഒന്നും ചെയ്തില്ല. ലൈക്ക് ഐ വാസ് ജസ്റ്റ് റൈറ്റിംഗ്. അപ്പം പെട്ടെന്നൊരു അവസരം എന്ന് പറയുന്നത് ഈ ഭയങ്കര ലക്കാണ്. നമ്മൾ എന്തൊക്കെ ലക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്വിങ് ചെയ്തൊക്കെ ഈ വരും കോയിൻസിഡൻസുകളെല്ലാം കൂടെ ലാൻഡ് ചെയ്താണ് നമ്മൾ പരിപാടി വർക്കാവുന്നത്. പരിപാടി വർക്കായിട്ട് ഒരു വിൻഡോ കിട്ടും ഫിലിം മേക്കേഴ്സിനും ആക്ടേഴ്സിനും എല്ലാവർക്കും വിൻഡോ കിട്ടും. ആ വിൻഡോയിൽ സർവൈവ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ആർട്ടിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, എക്കണോമിക്കലി സക്സസ്ഫുൾ ആവണം, യുണീക്ക് വോയിസ്. അപ്പൊ ഇതിന് ഹാർഡ് വർക്ക് ഒന്നും അല്ലേ, ആ ട്രിപ്പിലാണ്. ലൈക്ക് ഐ ആം ഇൻ ദ ട്രിപ്പ്. എന്റെ കൂടെ കുറെ പേരുണ്ട് ആ ട്രിപ്പില്. അപ്പൊ ആ ട്രിപ്പില് അങ്ങ് പോകുമ്പോഴത്തേക്ക് ഇത് ജോലിയായിട്ട് എനിക്കൊന്നും ഇങ്ങനെ ഭയങ്കര ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള ബ്രെയിൻ ഇടയ്ക്ക് റെസ്റ്റ് കിട്ടുന്ന ഞാനുമായിട്ടുള്ള സംസാരം. നമ്മളുമായിട്ട് പോകുമ്പോ ഞാൻ പറയും നമുക്ക് അവിടെ ഫുഡ് കഴിക്കാം, അങ്ങനെയൊക്കെ ഞാൻ ഫുൾ അതായത് ഇവന്റെ സോണിലോട്ട് അങ്ങ് വരും. പക്ഷെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു മൂന്നാറോ വാഗമണോ എവിടെയെങ്കിലും ഒരു ട്രിപ്പിനൊക്കെ പോവാലോ. ആ സാധനം ഇല്ലാത്തത് നമ്മൾ പുറത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഫുൾ ഷൂട്ടിന്റെ ഇടയിലും നമ്മള് പിടിച്ച് വലിച്ച് നമുക്ക് ഇത് പോവാം, അവിടെ ഭക്ഷണം കഴിക്കാം, ഈ ഭക്ഷണം കിട്ടുന്ന സാധനം അങ്ങനെയൊക്കെ ചില്ലി ചെയ്യും. അതെ, പടം പുറത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, തായ്ലൻഡിലും ഹോങ്കോങ്ങിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നീ അതൊക്കെ ശ്രദ്ധിക്കാം അല്ലേ. പക്ഷെ ആ സ്ട്രെസ് ഇതുവരെ പുറത്ത് ഇപ്പം സെറ്റിലാണെങ്കിലും ഭയങ്കര ഫണ്ണും എൻജോയ് ഫണ്ണാണ്. എല്ലാം കൂടി അതാണ് ഡൗട്ട്, അതുമാണ്. പക്ഷെ അതിന്റെ കൂടുതൽ തന്നെ അത് ഇതൊക്കെ ഭാഗ്യത്തിന് ഫംഗ്ഷനിങ് ആയിട്ട് പോകുന്നതാണ്. എന്ന് വെച്ചാൽ കുറെ മെത്തേഡ്സ് ട്രൈ ചെയ്ത് ഫെയിൽ ആയിട്ട് ഈ മെത്തേഡാണ് ഏറ്റവും വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വർക്കില് ഓണർഷിപ്പ് പ്രൊഫഷണൽ പ്രോജക്ട് ഈസ് വിത്ത് എവ്രിവൺ. എന്റെ മാത്രം ഓണർഷിപ്പ് അല്ല, അതായത് ഇതിന്റെ ഈക്വൽ ഓണർഷിപ്പ് ഇസ് ഫോർ രജിഷ, ഈക്വൽ ഓണർഷിപ്പ് ഇസ് ഫോർ നിരഞ്ജ്, അഗസ്ത്യ, ദിവ്യ, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇതിന്റെ ഓണർഷിപ്പ് ഉണ്ട്. അപ്പം ഇതിന് പിന്നെ ഞാൻ ഓണർഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വായിക്കാൻ ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ നമ്മൾ ഈ ആർട്ടിൽ വന്നേക്കുന്നതന്നെ ഇതിനല്ലേ, ഇതിനെ എൻജോയ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. വെരി ഹംബിൾ ഡയറക്ടർ ഹിയർ റൈറ്റ് നൗ. ഓക്കെ, അതെ. ഫൈനൽ ക്വസ്റ്റ്യൻ, ഒരിക്കലും ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വിൽ വൈൻഡ് അപ്പ്. ഒരിക്കലും ഒരു SSLC-കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. ഈസി. ശ്രീനിവാസൻ സർ. അതെ, ശ്രീനിവാസൻ. ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു അല്ല ഈ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സാഹചര്യം തിരിച്ചു ആലോചിക്കാൻ കേട്ടോ. മേ ബി ആക്ടർ വൈസിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏത് രീതിയിലും ആക്കാം. അറിയില്ല, ആ ഡയലോഗ് പറയുമ്പോൾ ശ്രീനി സാർ തന്നെയാ മൈൻഡില്, അദ്ദേഹം തന്നെയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ റിപ്പീറ്റഡ്ലി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മൂവിയും കൂടാണ്. അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു സീരീസ് അല്ല, ട്രൂലി ഒരു ലെജൻഡ് അല്ലേ, അതിന് എന്റെ മൈൻഡിൽ പോണ.
യെസ്. അപ്പോൾ എന്തായാലും ഈ ഫെബില് അടിപൊളിയാവട്ടെ. ഫെബ് ഫസ്റ്റ് സെക്കൻഡ് വീക്ക് അല്ലെ തേർഡ് വീക്ക് അത് പ്രോപ്പർ ഡേറ്റ്സ് ആയിട്ടില്ല, പക്ഷേ ബിഫോർ ഫെബൻസ് വി ഹാവ് അവർ ഫിലിം ഔട്ട് റിലീസ് ചെയ്തിട്ട് അല്ലേ? ഓക്കെ, അത് അടിപൊളി ഒരു മൂവി ആവട്ടെ. ഫസ്റ്റ് ഡേ ഞങ്ങളും ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച് കാണാം. അടിപൊളിയാവട്ടെ. ഒരു പമ്പ് പെപ്പി സെലിബ്രേറ്റഡ് ഔട്ട് ഓഫ് ദി ബോക്സ്. യാ, ദാറ്റ്സ് വാട്ട്. ജസ്റ്റ് ഒരു രണ്ട് നല്ല ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ട് ഫണ്ണിന് വേണ്ടി വന്നിരുന്നു കഴിഞ്ഞാൽ ഫണ്ണാവും. പോപ്കോണൊക്കെ ആയിട്ടിരുന്ന് ഒരു ഹാപ്പി വൈബിലിരുന്ന് കാണാം. തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള പടം. ഞാൻ ഈ എല്ലാ സ്പീക്കേഴ്സും യൂസ് ചെയ്യുന്ന പടങ്ങളിലൊന്നാണ്. യൂസ് ചെയ്യും ഹെലികോപ്റ്ററും ഒക്കെ, മറ്റേത് അറ്റ്മോസ് നമ്മൾ യൂസ് ചെയ്യാൻ ശരി 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 യൂസ് ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ ഒരു ഡാൻസ് മൂഡൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ഫുൾ ഓൺ ചിൽ മൂഡ് ചിൽ പരിപാടി. പരിപാടി. അതുപോലെ തന്നെ ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹാപ്പി ഫോർ യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ആ ടൈറ്റിൽ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാ. മസ്തിഷ്ക മരണം, ആ. എ ഫ്രാങ്ക് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. Yeah. അരമണിക്കൂർ ഇരുന്നപ്പോൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു.